കാടമുട്ട ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാടമുട്ടയുടെ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ കാടമുട്ടയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരുപാട് വൈറ്റമിൻസ് ഒക്കെയുള്ള ഒരു സംഭവമാണ് നമ്മുടെ കാടമുട്ട എന്ന് പറയുന്നത്. നമ്മുടെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് കാടമുട്ട കഴിക്കുക എന്ന് പറയുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാം. നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ കഴിക്കാം. ഡെയിലി കഴിക്കുമ്പോൾ അതിൻ്റെ എണ്ണം ഒരുപാട് കൂടാതെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു 2-3 എണ്ണമൊക്കെ നമുക്ക് ഡെയിലി കഴിക്കാം. പക്ഷെ അതിലും കൂടുതൽ അത് ചെറുതാണെന്ന് വെച്ചിട്ട് നമ്മൾ 2-3 എണ്ണത്തിലും കൂടുതൽ ഡെയിലി കഴിക്കാനായിട്ട് പാടില്ല. വൺസ് ഇൻ എ വീക്ക് നിങ്ങൾ കഴിച്ചാലും മതി, ഒരു കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ ഒരു 3-4 ദിവസം കൂടുമ്പോൾ 1-2 കാടമുട്ടയൊക്കെ കൊടുക്കും. വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് അവരെ അത് ഹെൽപ്പ് ചെയ്യും. കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഒരുപാട് കാടമുട്ടേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ട്. ഇപ്പോൾ പനി ജലദോഷമൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെ കാടമുട്ടയുടെ സൂപ്പ് ഉണ്ട്, അത് അടിപൊളിയാണ്. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് എന്താ പറയുക പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നിർത്താതെയുള്ള ചുമ, ആസ്മ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാടമുട്ട കഴിക്കുന്നത് വളരെ ഗുണമാണ്. അപ്പോൾ കാടമുട്ടേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾക്ക് വേണ്ട നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ശരീരത്തിന് വേണ്ട എല്ലാ പോഷകാംശവും അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് നമ്മളുടെ കാടമുട്ട എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ മാറ്റിയെടുത്തിട്ട് കഴിക്കാം. കുറച്ചുകൂടി ടേസ്റ്റി ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പം ചുമ്മാ പുഴുങ്ങി കഴിക്കുന്നതിനേക്കഴിഞ്ഞും കുറച്ച് ഫ്രൈ ആക്കിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക കാടമുട്ടയുടെ ലോലിപോപ്പൊക്കെ ഉണ്ട്. ഞാൻ കുട്ടികൾക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് ഞാൻ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കാടമുട്ടയുടെ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മസാലയാണ് കേട്ടോ അതിന്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ചോറിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ ഈവനിങ് സമയത്ത് നമുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അതുമായിട്ട് ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാടമുട്ട ഫ്രൈ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാടമുട്ട ഫ്രൈ എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ തീ കത്തിച്ച് കൊടുത്തു. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 തണ്ടോളം കറിവേപ്പില അതിങ്ങനെ പിച്ച് ചീന്തിയിട്ട് ഇടുക. അപ്പോൾ പെട്ടെന്ന് നല്ലൊരു ഫ്ലേവർ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ എല്ലായിടത്തേക്കും പരക്കുന്ന മാതിരി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പെട്ടെന്ന് അതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് അതിനെ വഴറ്റിയെടുക്കാം. നല്ല ട്രാൻസ്പെറൻ്റായി സോഫ്റ്റായിട്ട് സവോള മാറണം. അതുവരയ്ക്കാണ് നമ്മൾ വഴറ്റി കൊടുക്കേണ്ടത്. ഇപ്പോൾ നോക്കിക്കേ സവോളയൊക്കെ നല്ല സോഫ്റ്റായി നല്ലോണം ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 മിനിറ്റിന് ശേഷം നോക്കിക്കേ നമ്മളുടെ സവോളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ കുറച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു 1/4 സ്പൂണോളം 1/4 തൊട്ട് 1/2 വരെ ആവാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/2 സ്പൂണോളം നല്ല കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 സ്പൂണോളം നല്ല മുളക് പൊടിയും ഒരു 1/4 സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/4 സ്പൂണോളം ഗരം മസാല പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരയ്ക്കും നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല മൂത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ലായിട്ട് മാറാനായിട്ട് തുടങ്ങും. ആ നേരം വരയ്ക്കും നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അല്പസമയത്തിന് ശേഷം നോക്കിക്കേ നമ്മളുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി നമ്മുടെ പൊടികളൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ചെറിയ പുളിപ്പ് വരുന്നതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നോക്കിക്കേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു എന്താ പറയുക സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക്
പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മളുടെ കാടമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്യണമെന്നില്ല, അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്, വളരെ ചെറുതല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാലയൊക്കെ നമ്മുടെ മുട്ടയിലേക്ക് പിടിക്കുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് അതിനെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ കിടന്നിട്ട് അതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മസാലയൊക്കെ നമ്മളുടെ മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കാടമുട്ട ഫ്രൈ ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയിലയോ അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവോളയോ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. അതിഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ.